ഇന്നത്തെ എപ്പിസോഡിൽ അടിപൊളി കണ്ടന്റ് ആയിരുന്നു അല്ലേ. പ്രാസം ഒപ്പിക്കലും 14 ജില്ലകളും. അയ്യോ 14 15 ജില്ലകള്. ഒരു കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടെന്ന് പോലും അറിയില്ല. ഇനിയിപ്പൊ ക്രമമായിട്ട് പറഞ്ഞില്ല എന്നുള്ളതെങ്കിൽ നമുക്ക് വിടാം. ക്രമമായിട്ട് ചിലപ്പോൾ ചിലർക്ക് ഒന്ന് രണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ഇട്ട് തെറ്റുപറ്റാം. പക്ഷെ ജില്ലകൾ ഏതാണെന്നറിയില്ല, എത്ര ജില്ലകൾ ഉണ്ടെന്നറിയില്ല. കഷ്ടം തോന്നിപ്പോയി. ഇവന്മാർക്കൊക്കെ വോട്ട് ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ. സാബുമോന്റെ ചിരി, സാബുമോന്റെ ആ നിഷ്കളങ്കത്വം. ഇനി പറയാ, സാബുമോനെ ഒന്നും അറിയാത്ത ഒരു പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന അത്രയും പാവം ഒരു കുട്ടി. അപ്പോ ആ കുട്ടിക്ക് എല്ലാവരും വോട്ട് ചെയ്ത് തുടർന്നും ടോപ്പ് 5 എത്തിക്കണേ എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ആദില നൂറി എന്ന് പറയുന്നുണ്ട്. അവൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്, നമ്മുടെ അടുത്ത് കാണിക്കുന്നത് ഒക്കെ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടല്ലേ എന്ന്. ഇവളുമാര് നന്നാവാനായിട്ട് തീരുമാനിച്ചിട്ടില്ലേ. എന്നിട്ട് അവളുമാര് തന്നെ പറയാണ്, നമ്മൾ ഈ പറയണതൊക്കെ ഇരുന്ന് പറയും, അവള് ഇങ്ങോട്ട് മിണ്ടി വരുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു. അല്ല, ഇതുപോലെയൊക്കെ ഇരുന്നിട്ട് അനുമോൾ അപ്പുറം ഇരുന്ന് പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നോ? ആരോടെങ്കിലും പറയുന്നത് കേട്ടായിരുന്നു? അല്ല, ഈ പറയുന്ന ആദില അക്ബറിന്റെ അടുത്ത് ഇരുന്ന് പറയാണ്, അവള് വടക്കും ഞാൻ തെക്കുമാണ്, ഞങ്ങൾ തമ്മിൽ ആദർശത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വിഷയത്തിന്റെ കാര്യത്തിൽ തെക്കും വടക്കും നിൽക്കുന്ന രണ്ടാൾക്കാരാണ്, ഒരിക്കലും യോജിക്കില്ല. പക്ഷെ അവൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാതെ ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ടെന്ന്. നമ്മൾ ഇന്ന് വരെ അത് കണ്ടിട്ടില്ലല്ലോ. അല്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയല്ല, ഇതാണ് നീ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടിയുണ്ടാക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുത്ത് മറ്റുള്ളവർക്ക് കല്ലെറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ ആരും അറിയാതെ ഉപദേശിച്ച് നന്നാക്കുന്ന ആദില അങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനിയിപ്പോ ഞാനെങ്ങാനും കാണാനായിട്ട് മിസ്സായി പോയതാണോ എന്ന് അറിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സീനെ. ഇപ്പൊ ആദിലിരുന്നിട്ട് അക്ബറിന്റെ അടുത്ത് പറയുന്നത് കേട്ടപ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയത്. അനുമോൾക്ക് അത്രയും ഹേർട്ട് ചെയ്ത കാര്യമായതുകൊണ്ടാണ് അനുമോള് അങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശമായി. അനുമോൾ എല്ലാവരുടെ അടുത്ത് ആദ്യം അങ്ങനെ മോശമായി സംസാരിച്ചത് അവരാണ് സംസാരിച്ചത്. കുലസ്ത്രീ എന്നും അതുപോലെ തന്നെ കുലസ്ത്രീ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അനുമോൾ ക്ഷമിക്കും. പക്ഷേ അതിലും മോശപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. PR-ന്റെ പിൻബലത്തിൽ PR-ന് വേണ്ടി കട്ട് ചെയ്ത് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞപ്പോഴാണ് അനുമോള് അങ്ങോട്ട് കയറി പറഞ്ഞത്, നീ ടോപ്പ് 5 വന്നതിന്റെ അഹങ്കാരല്ലേന്ന്. അതവർക്ക് കൊണ്ടു. എന്നാൽ ഇവര് പറഞ്ഞത് അനുമോൾക്ക് കൊള്ളാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഫ്രണ്ട്സായിട്ട് കൂടിയത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി എന്ന് അനുമോള് പറഞ്ഞത് ഇവർക്കങ്ങ് വലിയ സംഭവം. അല്ല, ഇവരെന്ത് കണ്ടിട്ടാണ് അനുമോളുടെ അടുത്ത് ഫ്രണ്ട് ആയത്? ഞങ്ങളുടെ വൈബ് ഏകദേശം ഒന്നായിരുന്നു, പക്ഷെ ക്യാരക്ടർ മുഴുവൻ ഭയങ്കര ചേഞ്ചാണ്. കളിയും ചിരിയും തമാശയൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് ആയതാണ്. അല്ല, ഈ അനുമോളുടെ ആദർശം അല്ലാന്നുണ്ടെങ്കിൽ അനുമോളുടെ ആ ഒരു ക്യാരക്ടറും നിങ്ങളുമായിട്ട് ചേരൂ. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന പോലെ അനുമോള് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണോ? ചോദിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും അറിയാതെ ചോദിച്ചു പോവാണ്. അപ്പൊ നിങ്ങളുമായിട്ട് അനുമോള് ചേരൂ നിങ്ങളുടെ ക്യാരക്ടറായിട്ട്. എന്നിട്ട് അനുമോള് നിങ്ങളായിട്ട് കൂട്ടുകൂടിയില്ലേ? അത് ആ കുട്ടിയുടെ നല്ല മനസ്സെന്ന് വിചാരിക്കേണ്ടി വരില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയോടെ വന്ന് പറഞ്ഞത് കുടുംബത്ത് പോലും കയറ്റാൻ പറ്റാത്തവരെന്നാണ് നിങ്ങളെ കുറിച്ച്. അതുപോലെ ഒരുപാട് പേര് പറയുന്നവരുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ, ഒരുപാട് പേര്. അതുകൊണ്ടാണല്ലോ ലക്ഷ്മിക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയതും ലക്ഷ്മി അത്രയും ദിവസം അവിടെ നിന്നതും. അപ്പോൾ അത്രയും സപ്പോർട്ട് ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും പേര് ഇതിനെ എതിർക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളോട് എതിർപ്പുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് അത്രയും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുള്ള സമയത്ത് അവിടെ നിങ്ങൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ നിന്ന് നിങ്ങളെ ഫ്രണ്ട്സായിട്ട് കൂടെ നിർത്തിയ ആളാണ് അനുമോള്. എന്നിട്ട് ആ അനുമോളെ കുറിച്ചാണ് നിങ്ങൾ ഇത്രയും മോശം പറയുന്നത്. അനുമോള് പെർഫെക്റ്റ് ആണെന്നോ, അനുമോള് 100% ശരിയാണെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. അനുമോളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. സംസാരിക്കുന്ന രീതികൾ, പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് തെറ്റുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ ഞാൻ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാറില്ല, ഞാൻ പരസ്യമായിട്ട് ആക്ഷേപിക്കാറില്ല, പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പൊട്ടന്മാരല്ല, കാണുന്ന ജനങ്ങളെ. ഞങ്ങൾക്കറിയാലോ അവിടെ എന്താണ് സംഭവിക്കുന്നത്. ഞങ്ങൾ ഇത്രയും നാളും കണ്ടതല്ലേ, ഇത്രയും 10-85 ദിവസത്തിന് മേലെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്കറിയാം ഏകദേശം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന്. പിന്നെ ബിഗ് ബോസ് നിങ്ങളുടെ നല്ല സീനുകൾ മുഴുവൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങളെ മോശമാക്കാനുള്ള സീനുകൾ മാത്രം കാണിക്കുകയാണെന്നുള്ള ആ ഒരു ഡയലോഗൊക്കെ ഇനി പുറത്തു വന്നു കഴിഞ്ഞാൽ പറയാനുള്ള ചാൻസ് ഉണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇന്ന് അനുമോളെടുത്ത തീരുമാനം ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ടോപ്പ് 2 ഞാൻ വിന്നറാവുന്നൊന്നും ഉറപ്പിച്ച് പറയുന്നില്ല, ടോപ്പ് 2 വരാനായിട്ട് അത്രയും ഇതിന് നിൽക്കുന്ന ഒരു മത്സരാർത്ഥി ഇന്ന് ആ റിസ്ക് എടുത്തിട്ട് ആ കാറിൽ നിന്ന് പണം എടുക്കാനായിട്ട് പോയൊരു സംഭവം ഉണ്ടല്ലോ, എന്നെ ശരിക്കും ഞെട്ടിച്ചൊരു കാര്യമാണ്. ഇത്രയും ധൈര്യം അനുമോൾ എന്തിനു കാണിച്ചു എന്നുള്ളത്.
അവിടെ അതിനുള്ള ധൈര്യം കാണിച്ചത് ഒന്ന് അക്ബർ, മറ്റൊന്ന് ആദില, ഒന്ന് അനുമോളാണ്. അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അക്ബറിന് പണത്തിന് അത്ര അത്യാവശ്യമുണ്ട് എന്നുള്ളതിൽ ഉപരിയായിട്ട് അക്ബറിന് വിന്നർ ആവില്ല താൻ എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് തനിക്ക് സപ്പോർട്ടില്ല, ഞാൻ ഒരുപാട് പുറത്ത് നെഗറ്റീവാണ് എന്നുള്ള ഒരു കാര്യം അക്ബറിനെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പുറത്തു പോകുമോ എന്ന് പോലും അക്ബർ അവിടെ സംശയിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ആ വീട്ടിൽ നിന്ന് ഔട്ട് ആവുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പുറത്തു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണം കിട്ടിയിട്ട് അങ്ങനെ പുറത്തു പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു അക്ബർ. അതിൽ കൂടുതലല്ല, അക്ബറിന് പുറത്തു പോകണമെന്ന് പൂർണ്ണമായ ആഗ്രഹമില്ലെങ്കിൽ പോലും സാരമില്ല എന്നൊരു ചിന്ത. അതുപോലെ തന്നെ ആദിലയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 5 വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഈ ആഴ്ച പുറത്തു പോവോ എന്നുള്ളൊരു പേടിയും ആദിലനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന് പണപ്പെട്ടി, 4 ലക്ഷം രൂപ. ആ 4 ലക്ഷം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, 100 അവിടെ നിൽക്കട്ടെ എന്നൊരു ചിന്തയും ആദിലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കിട്ടിയാ കിട്ടി, പോയാ പോയി. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ആദിലയും അവിടെ എഴുന്നേറ്റുന്നത്. പക്ഷെ അനുമോൾ എന്തിനു നിന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അനുമോള് പറയുന്നുണ്ട്, ഞാൻ മാനസികമായിട്ട് അത്രയും തകർന്നു, എനിക്കിവിടെ നിൽക്കണമെന്നേ ആഗ്രഹമില്ല, പുറത്തു പോയാലും എനിക്ക് സാരമില്ല, ഈ ആഴ്ച ഞാൻ പുറത്തു പോട്ടെ, ആരും എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അത് ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ പറഞ്ഞത് നാടകമാണ്, അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ പേര്. പക്ഷേ അത്രയും വിഷം ഉള്ളിലുണ്ടെങ്കിൽ ആ കാശം കിട്ടിയിട്ട് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് ഒരിക്കലും, അനുമോൾക്ക് അറിയാം അനുമോളുടെ കുറേ പ്രവർത്തികൾ പുറത്തേക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത്. ഇത് ചില വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ അതുപോലെ അനുമോളെ ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോൾക്ക് കുറച്ച് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്രയും വരെ എത്തിയതെന്നും അനുമോൾക്ക് അറിയാം. പക്ഷെ ഈ ആഴ്ച പുറത്ത് പോകുന്നുള്ള പേടി അനുമോളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അനുമോള് വിന്നർ ആവുന്നോ ടോപ്പ് 5 വരുന്നോ അനുമോൾക്ക് നിശ്ചയവുമില്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ വീട്ടിലിപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലും ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിലും ഭേദം പുറത്ത് പോവുകയാണെങ്കിൽ പോട്ടെ, ആ പണം കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോവാം എന്നുള്ള രീതിയിൽ അനുമോള് പുറത്തേക്ക് ഇറങ്ങി. ആ ഒരു ധൈര്യം സമ്മതിച്ചേ പറ്റൂ, 3 പേരുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ അനുമോൾ എടുത്ത റിസ്ക് ഉണ്ടല്ലോ, അത് പ്രത്യേകം പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പിന്നെ നമ്മുടെ ഷാനവാസ് ഇങ്ങനെ ഗെയിം കളിച്ചു വന്ന വ്യക്തിയായിരുന്നു. ഇപ്പം അവിടെ ഇരുന്ന് വെറുതെ കോമഡിയും പറഞ്ഞ് കളിച്ച തമാശയും പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. സംഭവം ശരിയാണ്, ഇപ്പം ലാസ്റ്റ് ദിവസങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എന്ത് ഗെയിം കളിക്കാനാണ്, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആവാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്റർടൈൻമെന്റ് ഒക്കെ തന്നെയായിരുന്നു, നമുക്ക് ചിരിയൊക്കെ വന്നു. ഈ പറയുന്ന അനീഷിന്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴുണ്ടായിരുന്ന ആക്ഷൻസ് ആണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ തമാശ തോന്നുന്നത് ആ സാബുമോന്റെ അവസ്ഥ. പ്രാസം മലയാളം അറിയാത്തതിന്റെ പ്രശ്നമായിരിക്കാം, പ്രാസോപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്നത് ആ അർത്ഥത്തിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാബുമോന്റെ ആക്ഷനും ഭാവങ്ങളും സംസാര രീതിയുമാണ് എനിക്ക് ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയത്. ഇതിനെ പോലുള്ള ഒരു എണ്ണത്തിനെയൊക്കെ ഇതിൽ കൊണ്ടുവന്ന് ഇവിടം വരെ എത്തിച്ചല്ലോ എന്ന് തോന്നിപ്പോയത് എനിക്ക് ആ സമയത്താണ് കേട്ടോ. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അല്ലാതെ മലയാളം ആ വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല, എല്ലാവരും മലയാളത്തിൽ പണ്ഡിതന്മാരാവണമെന്നൊന്നുമില്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ കാണിക്കുന്ന വിഷയം ഇപ്പൊ ആ ജില്ലയുടെ വിഷയം തന്നെ നിങ്ങൾ എടുത്തു നോക്ക്. 14 ജില്ലകൾ ഏതാണ്? ഇപ്പൊ ക്രമം തെറ്റി പറഞ്ഞാലും സാരമില്ല, നമുക്ക് ചിലപ്പോൾ ക്രമത്തിൽ അവിടെ ഇവിടെ തെറ്റുപറ്റാം. പക്ഷെ 14 ജില്ലകളാണുള്ളതെന്ന് അറിയത്തില്ല. എന്നിരുന്നാൽ പോലും ഇനിയിപ്പോൾ 14 എന്നുള്ളത് പറയുന്ന സമയത്ത് 15 എന്ന് അവൻ പറയുമ്പോൾ, അക്ബർ പറയുമ്പോൾ 15, അത് കഴിഞ്ഞിട്ട് ഈ ജില്ലകളുടെ പേര് പറയുമ്പോൾ തോന്നിയ ജില്ലകൾ പല പേരുകളും ഇല്ലാത്തതും ഒക്കെ അക്ബർ പറയുമ്പോൾ അത് മുഴുവൻ സമ്മതിച്ചു കൊടുക്കുന്നു. ഇത്രയും മന്ദബുദ്ധിയായി പോയല്ലോ എന്ന് തോന്നിപ്പോയി. ഇതുപോലൊരു മന്ദബുദ്ധിനെയാണ് എല്ലാവരും സാബുമാൻ നിഷ്കളങ്കൻ പാവൻ, ആ സ്മൈല് കണ്ടോ, അയ്യോ ഇത്രയും നല്ല കുട്ടി, ഇനി കപ്പെടുക്കാൻ വരെ സാബുമാന് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കുന്ന കുറച്ച് PR ടീംസും സാബുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചെണ്ണം ഉണ്ട്. അവരോടാണ് ഇക്കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. കഷ്ടം തന്നെ മാമ എന്ന് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നിയത് ആ ഒരു വിഷയത്തിലാണ്. പിന്നെ നമ്മുടെ ആദിലയും നൂറയും അനുമോളിനടുത്ത് മിണ്ടും മിണ്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. സത്യത്തിൽ അവർക്ക് ഉള്ളിൽ സ്നേഹമുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല. ചില സമയത്ത് എനിക്ക് തോന്നും ഉള്ളിൽ സ്നേഹമുണ്ടെന്ന്. പക്ഷെ ഉള്ളിൽ അത്ര ആത്മാർത്ഥമായ സ്നേഹമുള്ളവർ എങ്ങനെയൊക്കെ ചെയ്യൂ, അതും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ചില സമയത്ത്. ചില സീനുകൾ ചില സമയത്തൊക്കെ കാണുന്ന സമയത്ത് ഇവർക്ക് ആത്മാർത്ഥമായിട്ട് അനുവിൻ്റെ അടുത്ത് സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. ഇനിയിപ്പോൾ ആ വീട്ടിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇന്റിമസി ഉണ്ടല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഈ അക്ബർ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കണം എന്ന് വിചാരിച്ച് നിന്നിട്ട് ഇപ്പം എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നെവിനെയാണ് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചത്. നെവിൻ ഇപ്പോൾ ആ ഒരു ട്രാക്ക് മൊത്തത്തിൽ മാറ്റി. ഇപ്പം നെവിൻ എല്ലാവരുടെ അടുത്തും ഒരേപോലെ സ്നേഹത്തിൽ എല്ലാവരുടെ അടുത്തും ഇടപെട്ട് നിൽക്കുന്ന നെവിനെ എനിക്കിഷ്ടപ്പെട്ടു. അതായത് തുടക്കത്തിൽ നെവിൻ എങ്ങനെ ഉണ്ടായിരുന്നോ ആ ഒരു നെവിനിലേക്കാണ് ഇപ്പം നെവിൻ തിരിച്ചു വന്നത്.
പക്ഷെ ഈ ആഴ്ച ഇനിയിപ്പോൾ നെവിൻ പോവോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ നെവിന് എനിക്കിഷ്ടമാണ്. ഈ നെവിൻ്റെ ഈ ഒരു സംസാരം, എല്ലാവരുടെ അടുത്തും ഒരുപോലെ പെരുമാറുന്നതും അവൻ്റെ ആ കോമഡിയും കാട്ടായങ്ങളും ഒക്കെ ഈ ഒരു നെവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് നാളുണ്ടായിരുന്ന ആ നെവിനുണ്ടല്ലോ, ഭയങ്കര അഗ്രഷനും വളരെ മോശമായി സംസാരിക്കലും ഒരാളെ മാത്രം അറ്റാക്ക് ചെയ്യലും ഒക്കെ ആയിട്ടുള്ള ആ നെവിനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ നെവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി പക്ഷേ നെവിൻ ടോപ്പ് 5 വരുമെന്നൊന്നും എനിക്കറിയില്ല. ആര് വരുമെന്നും നമുക്കറിയില്ല. നാളെ ഇനി ഒരാളാണോ രണ്ടാളാണോ ഔട്ട് ആവുകയെന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും പണപ്പെട്ടി ടാസ്ക് എന്ന് പറയുന്നതിൽ കുറേ പണം എന്തായാലും വിന്നറിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ബാക്കി തുകയെ വിന്നർക്ക് കിട്ടുള്ളൂ എന്നൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പണപ്പെട്ടിയും കൊണ്ട് ഒരാൾ പോവാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. ഇപ്പൊ നിലവിൽ 8 പേരുണ്ട്. ലാസ്റ്റ് വീക്കിലേക്ക് വരുന്ന സമയത്ത് മാക്സിമം 6 പേരുടെ ആവശ്യമുള്ളൂ. എന്നിരുന്നാൽ മാത്രമേ മിഡിൽ വീക്കിൽ ഒരാളെ പുറത്താക്കിക്കൊണ്ട് ടോപ്പ് 5 അവിടെ വരുള്ളൂ. ആ സ്ഥാനത്ത് ഇവിടെ 8 പേരുണ്ട്. 8 പേരുണ്ടെന്നുണ്ടെങ്കിൽ 2 പേരെങ്കിലും ഈ ആഴ്ച പുറത്തു പോകണം. അല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ വീക്കിൽ 2 പേരെ പിടിച്ച് പുറത്താക്കേണ്ടി വരും. അപ്പൊ എന്താണ് ബിഗ് ബോസിന്റെ പ്ലാൻ എന്നറിയില്ല. എനിക്ക് ഒരു സംശയമില്ലാതില്ല, ബിഗ് ബോസിനെ വേണ്ട ചിലരെ ആ ഫിനാലെ വീക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് 8 പേരെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് എന്നൊരു സംശയമില്ലാതില്ല. കാരണം അക്ബറും നെവിനും ഇവരൊക്കെ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 5 അല്ല, ആ ഫിനാലെ വീക്കിലേക്ക് വരണം എന്ന് ഉദ്ദേശിച്ചിട്ടാണോ 8 പേരെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ആഴ്ച ചിലപ്പോൾ ഒരാളെ പുറത്താക്കിയിട്ട് വീണ്ടും 7 പേരെ അവിടെ പിടിച്ചു നിർത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ആ ഫിനാലെ വീക്കിലേക്ക് അവര് വേണം എന്ന് വിചാരിക്കുന്ന മത്സരാർത്ഥികൾ എത്താനായിട്ട്. എന്നിട്ട് ചിലപ്പോൾ ടോപ്പ് 6 അവർ വരുത്താം ഫിനാലയില് ഒരാളെ മിഡിൽ വീക്കിൽ എവിക്ട് ചെയ്തിട്ട്. അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനെ അവരുടെ ഉള്ളിലൊരു ഉദ്ദേശം ഉണ്ടാവില്ലേ, ആ ഉദ്ദേശത്തിന് അനുസരിച്ച് ബിഗ് ബോസ് അവിടെ കാര്യങ്ങൾ നീക്കുപോക്ക് ചെയ്യുള്ളൂ. നമ്മൾ സാധാരണ ഉണ്ടാവുന്ന സീസണുകളിൽ നിന്ന് നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പ്ലാനൊക്കെ അങ്ങ് ബിഗ് ബോസ് വെട്ടിക്കളയാം. എന്തായാലും നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഓൾഡ് കണ്ടസ്റ്റൻസ്, അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള മത്സരാർത്ഥികളൊക്കെ തിരിച്ചെത്തുന്നുണ്ടായിരിക്കും. അവരൊക്കെ അനുമോളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് മക്കളെ. അത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അനുമോളുടെ അടുത്ത് അവരെങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത്. ഇനിയിപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ദേഷ്യം കാണിക്കോ, അതോ അനുമോൾ ഒറ്റപ്പെടുത്തി എന്നുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇത് നെഗറ്റീവ് ആയാലോ, അനുമോൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ സ്നേഹം കാണിക്കോ. അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ അഭിനയം നാടകം. കാരണം പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ ഒട്ടുമിക്കവരും അനുമോളെ തള്ളി പറഞ്ഞവരാണ്, അനുമോൾക്ക് എതിരെ നിൽക്കുന്നവരാണ് എല്ലാവരും. അനുമോളെ എങ്ങനെ തോൽപ്പിക്കാം, അനുമോൾ ജയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വീഡിയോ ചെയ്യുന്നവരാണ്. അപ്പൊ അവര് വന്നിട്ട് ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടും എന്നുള്ളത് കാത്തിരുന്നുകൊണ്ട് കാണണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.